അയ്യോ, ഇത് കൊത്തുപറ്റ. അയ്യോ, കൊളക്കോഴിയാണത്. മാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടോ. ഞങ്ങൾ നേരത്തെ എണീറ്റു കേട്ടോ. നമ്മളൊരു 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഗേറ്റ് തുറക്കും. രാത്രി 6 മണിക്ക് ഈ ഗേറ്റ് അടയ്ക്കും. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് ഈ ഗേറ്റ് തുറക്കുള്ളൂ കേട്ടോ, ഈ കോമ്പൗണ്ടിൻ്റെ അകത്തെ. അതുപോലെ തന്നെ 6 മണിക്കേ ശരിക്കും പാർക്കും തുറക്കുകയുള്ളൂ. അതിൻ്റെ നേരത്തെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് പോയി ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ രാവിലെ പോയി കുറച്ച് പ്രഭാത കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് റെഡി ആയിട്ടിരിക്കണം. എന്നിട്ട് അങ്കിളിനെ അച്ഛനെയൊക്കെ ഒന്ന് വിളിച്ചെണീപ്പിക്കണം. അപ്പോൾ ഇവിടെ ഒരു നല്ല ഹാബിറ്റ് ഞാൻ കണ്ടതെന്നറിയോ, രാവിലെ നമ്മളെപ്പോൾ കണ്ടാലും ആൾക്കാർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്യും കേട്ടോ. അത് പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാർ കേട്ടോ. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുകയാണെങ്കിൽ പോലും നമ്മളോട് ആദ്യം ഹായ് എന്നോ ഗുഡ് മോർണിംഗ് എന്നോ എന്തെങ്കിലും ഒന്ന് പറയും കേട്ടോ. നമ്മളോടൊന്ന് മിണ്ടും ആദ്യം. നമുക്കങ്ങനെ ഒരു കുറച്ചൊരു വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ അടുത്തോട്ട് വരുമൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അടുത്ത് തിന്നാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ച ഹട്ടുകൾ ഇതുപോലത്തെ കേട്ടോ. ഇതുപോലത്തെ കുറേ ഹട്ടുകളുണ്ട്. 100 ഹട്ടിന് അടുത്തെങ്ങാനുണ്ടെന്ന് തോന്നുന്നു. അത്രയെങ്ങാണ്ട് നമ്പർ കണ്ടു. അപ്പം നമ്മുടെ ഹട്ട് ആ 3 ഇത് 3 ഹട്ടാട്ടോ ബുക്ക് ചെയ്തത്. ഇത് അച്ചുചേട്ടൻ്റെ ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അച്ചുചേട്ടൻ കാണുന്നുണ്ട്. താങ്ക് യു ചേട്ടാ, അടിപൊളി സ്റ്റേ ആയിരുന്നു. മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇതിപ്പോൾ തണുപ്പ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം തളർത്ത് വളരും കേട്ടോ. ഇല ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഇതുണ്ട്, ഭയങ്കര ലുക്കല്ലേ കാണാൻ. രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റൊന്നുമില്ല കേട്ടോ. ഈ നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള ലൈറ്റ് അല്ലാതെ ഈ കോമ്പൗണ്ടിനകത്ത് എങ്ങും ഒരു ലൈറ്റ് പോലും ഇല്ല. നിങ്ങൾ ഈ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലാമ്പുകളോ അല്ലെങ്കിൽ ചെറിയ വെട്ടങ്ങളോ ഒരു ലൈറ്റും ഇല്ല. ഒരു ലൈറ്റ് ഇരുട്ട്, പിച്ച് ഡാർക്ക് കേട്ടോ. നമ്മുടെ റൂമിൻ്റെയൊക്കെ മുന്നിലുള്ള ലൈറ്റ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വെട്ടം കിട്ടും. അതും അവർ ഓഫ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൂമിനകത്തൊക്കെ ഇങ്ങനെ പ്രാണികളൊക്കെ വരും. നമ്മൾ ശരിക്കും കാടിൻ്റെ അകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഒരു ക്രൂഗറിൻ്റെ ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരു ഗെറ്റ് അവേ പ്ലേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ച് സൈലൻ്റായിട്ട് കുറച്ച് നേച്ചറിനോടൊക്കെ കുറച്ച് ചേർന്ന് ഇങ്ങനെ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, ഇടയ്ക്കൊക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഹട്ട് കണ്ടോ, ഈ ഹട്ട് ഇതൊരു കിച്ചണാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇരുട്ടായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ധൃതിയിൽ കാര്യം മറന്നു എടുക്കുന്ന കാര്യം. ഈ കിച്ചൺ കോമൺ ആട്ടോ, കോമൺ ഏരിയയാണ്. അവിടെ ഒരു സിങ്കും അത്യാവശ്യം ഫിൽറ്റർ വെള്ളവും 2 സിങ്കുണ്ട് കേട്ടോ. ഇതൊരു ഇൻഡക്ഷൻ സ്റ്റൗ പോലത്തെ ഒരു സാധനം, ഒരു മൈക്രോവേവ് ഓവനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. വീഡിയോക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഇവിടെ മാനുകളെ സ്പോട്ട് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. മാനും ഇപ്പോൾ കണ്ട ഈ കോഴി പോലത്തെ സാധനം അങ്ങനത്തെയൊക്കെ ജീവികളേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ചിലപ്പോൾ ഹൈനാസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അല്ലാണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഒന്നും ഇതുവരെ ഇതിനകത്ത് കയറിയതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. കണ്ടോ, അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്. ആരോ രാവിലെ എണീറ്റിട്ടുണ്ട്, ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പ്രിട്ടോറിയ സ്കോപ്പ് എന്നാട്ടോ. പെട്രോസ്കോപ്പിലെ നാരങ്ങ. എന്നാ നാരങ്ങ എന്നറിയത്? അത് പറയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നാരങ്ങയല്ല അതിനെന്ന് നോക്കട്ടെ. പിടിച്ചു നോക്കാൻ പറ്റുന്നില്ല. അതെ, ഇവിടെയുണ്ട്, അതിൻ്റെ കുഞ്ഞിതുണ്ട്. നാരങ്ങയല്ല, പിന്നെ അത് ഇച്ചിരി കട്ടിയുള്ള എന്തോ ഫ്രൂട്ടാണ്. അപ്പോൾ രാവിലെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് കിച്ചണിൽ. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. കിച്ചണിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചത് ബ്രെഡും ഓംലെറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു, വലിയ ബ്രെഡായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ.
ഇപ്പോൾ ഒരു സമയം 9 മണിയാവുന്നു, 8:45 കഴിഞ്ഞു. 8:30 ഇറങ്ങാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടോ. ഇനി ഇറങ്ങി നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ ഇത്രയും കിലോമീറ്റർ ഓടണ്ട കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് വഴി നമ്മൾ ഇറങ്ങുക കേട്ടോ. 6 കിലോമീറ്ററിൽ ഗേറ്റ് ഉണ്ട്. ആ, അപ്പോൾ ഞാൻ ഇന്നലെ ഹരിയങ്ങളോട് പറഞ്ഞിരുന്നു സൊറൻറ്റോ എനിക്കൊന്ന് ഓടിക്കാൻ തരണമെന്ന്. നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ 3 മാസം വരെ വണ്ടി ഓടിക്കാനുള്ള പെർമിറ്റ് നമുക്കുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങാൻ നേരത്തും കണ്ടു കേട്ടോ ഒരു സീബ്രേനെ. ആൾ ഭയങ്കര പോസിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഒറ്റക്കൊമ്പനെ കണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഗ്രാസ് ഹോപ്പിലേക്കാട്ടോ. അപ്പോൾ ഗ്രാസ് ഹോപ്പിൽ പോയിട്ട് ഗോഡ്സ് വിൻഡോയും ഗോർജും പോർട്ട് ഹോൾസൂടെ കവർ ചെയ്യണം കേട്ടോ ഇന്നത്തെ ടാർഗറ്റ് നമ്മുടെ. ഗ്രാസ് ഹോപ്പിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ 2 സൈഡിലും കാണുന്ന ഫുൾ യൂക്കാലിപ്സിൻ്റെ മരങ്ങളാട്ടോ. യൂക്കാലിപ്സിൻ്റെ മരങ്ങൾ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രാസ് ഹോപ്പിലേക്ക് പോകുന്ന വഴി വളരെ സീനിക് ആയിട്ടുള്ളൊരു ഡ്രൈവ് ആട്ടോ. ഫുൾ മൗണ്ടൻസും ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റേഷനും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രാസ് ഹോപ്പിലെത്തി കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്പാറിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇങ്ങനെ വഴിയിലൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കടകളൊക്കെ കാണുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു റൂറലായിട്ടുള്ളൊരു വില്ലേജൊക്കെ പോലെ തോന്നുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതുണ്ട്, ഇവിടെ കൊച്ചിനെയൊക്കെ കൊണ്ടുവന്നുണ്ട്. നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുടിക്കാനുള്ള കുറച്ച് വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാൻ കയറി കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗോഡ്സ് വിൻഡോയിലേക്കാട്ടോ. അപ്പോൾ നമ്മൾ ഗോഡ്സ് വിൻഡോയുടെ എൻട്രൻസിലൊക്കെ എത്തി. അവിടെ ചെറിയൊരു ചെക്കും ടിക്കറ്റൊക്കെ ഉണ്ടൊക്കെ ഒരു പരിപാടിയുണ്ട്. സൗത്ത് ആഫ്രിക്കൻ നാഷണൽസിന് ഇവിടുത്തെ എൻട്രൻസ് ഫ്രീ ആട്ടോ. അപ്പോൾ നമുക്ക് 3 പേർക്കും ടൂറിസ്റ്റിന് 3 പേർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. ഇത് ഗോഡ്സ് വിൻഡോയുടെ മുന്നിൽ തന്നെയുള്ള ചെറിയ ചെറിയ സ്റ്റോഴ്സ് ആട്ടോ. ഇവിടെ അവരുണ്ടാക്കുന്ന ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ക്രാഫ്റ്റ്സും വുഡിലുണ്ടാക്കുന്ന സാധനങ്ങളും കുറച്ച് കളക്റ്റബിൾസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആട്ടോ അവർ വിൽക്കുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഗോഡ്സ് വിൻഡോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെറിയൊരു ട്രക്കിങ്ങിന് പോകട്ടോ. 1 കിലോമീറ്റർ വാക്കുണ്ട്. ഷൂ ഇടുമ്പോൾ സോക്സ് ഇടണം, അല്ലെങ്കിൽ കാലുവേന എടുക്കും. അത് ഷൂ ബൈറ്റ് എന്ന് പറയും. പുതിയ ഷൂ അല്ല, ഏത് ചെരുപ്പിട്ടാലും ഷൂ ഇട്ടാലും ഒക്കെ പുതിയ ഷൂ ഇടുമ്പോൾ നമുക്ക് ഒരു സ്ഥലം കോണ്ടാക്റ്റ് ഉള്ള സ്ഥലം പൊട്ടും. പിന്നെ മേളിലേക്ക് റെയിൻ ഫോറസ്റ്റ്, താഴേക്ക് ഗോഡ്സ് വിൻഡോ. അവിടെയാണ് വ്യൂ ഉള്ള സ്ഥലം. അടിപൊളി വ്യൂ. അപ്പം ഇതാണ് എൻ്റെ വ്യൂ. അടുത്ത തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് വേറെ രീതിയിലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗോഡ്സ് വിൻഡോ. കണ്ടോ, അങ്ങ് ദൂരേക്കെന്നുള്ള ലുക്ക് കണ്ടോ. ഇനി നമുക്ക് റെയിൻ ഫോറസ്റ്റ് പോയി കാണാം കേട്ടോ. കുറേ സ്റ്റെപ്പുണ്ട്, ഉണ്ടോ, കുറേ സ്റ്റെപ്പുകളുണ്ട്. കയറുമോ പിന്നോ? വേണ്ട, എടുത്തോളാം. ഡ്രോൺസ് ഇവിടെ പല സ്ഥലത്തും പെർമിറ്റഡ് അല്ല. അത് ക്രൂവറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടിപൊളി വ്യൂ ആട്ടോ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? ക്യാമറ കൂടെ അത്രയും കിട്ടുന്നില്ല, ആ ഒരു വിഷമേ ഉള്ളൂ. ഇരിക്കട്ടെ, എന്നാ വ്യൂ അല്ലേ? ഇതാണ് അയ്യോ, നല്ല പേയ്മെൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നടന്ന് കയറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇരുന്നിരുന്ന് പോവാം അല്ലേ? അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിലെത്തി. എൻ്റെ ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? ഈ മരത്തേലൊക്കെ എന്തോ പൂപ്പലി പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പം അവിടെ എത്തി. ഇപ്പോൾ ട്രക്കിൻ്റെ ഏകദേശം അവസാനം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.
ഊഫ്, അടിപൊളി വ്യൂ. അപ്പോൾ ഇത്ര നേരം നമ്മൾ നടന്നു വന്ന ഈ വ്യൂ കാണാൻ വേണ്ടി കേട്ടോ. അടിപൊളിയല്ലേ? On crisp, cloudless nights, the lights of Maputo is clearly visible from here. This Mozambique city is located on the shores of Indian Ocean, 200 kilometers away. അവിടെ ഒരു ഫെൻസ് ഉണ്ട് കേട്ടോ. ആ ഫെൻസിൽ കുറേ ലോക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. എന്തായാലും നടന്നതിൻ്റെ മണ്ടേ വരെ പോയത് വെറുത്ത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങുക. അങ്ങനെ നമ്മൾ ഗോഡ്സ് വിൻഡോൻ്റെ മണ്ടയ്ക്ക് കയറി കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്കൊരു നെല്ലിയാമ്പതിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയൊരു ഫീലാണ് കിട്ടിയത് കേട്ടോ. 70 റാൻഡാണ്. 70 റാൻഡ് എന്ന് പറഞ്ഞാൽ 350 രൂപ ഒരാൾക്ക്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിസിറ്റിംഗ് ദ ഗോഡ്സ് വിൻഡോ? വെരി ഗുഡ്. ഓഷം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഈ വഴിക്കല്ല, മേലത്തെ സ്റ്റെപ്പ് കയറിയാട്ടോ വന്നത്. അപ്പം നമുക്കിപ്പം ഇറങ്ങി പോകുമ്പം ലെഫ്റ്റ് കിടക്കുന്ന വഴി കൂടെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം കേട്ടോ. വാ പിന്നെ നമുക്ക് നോക്കാം. ഹൗ ദ വ്യൂസ്. ഓ, ഇറ്റ് ഈസ് അഗെയിൻ ഓസം അല്ലേ? അതിലേക്ക് വഴിയുണ്ടെന്നേ. ആനേ പിന്നെ ഈ പിടച്ച് വെച്ചേക്കുന്നത് അല്ലെന്ന്. പിന്നെയോ പറമ്പിലൊക്കെ ഏതാണ്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. കേട്ടോ, അല്ല പാമ്പൊക്കെ ആയിരിക്കും. എന്ത്? അതവിടെ ഇരുന്നോട്ടെ, വെച്ചേക്ക് അവിടെ. അത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങ് മേടിക്കാന്നുള്ളത്. ആഫ്രിക്കക്കാരി 600 റാൻഡ് പറഞ്ഞൊരു മാസ്ക് ചിറ്റ 300 റാൻഡിന് മേടിച്ചെടുത്ത് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്ന പോർട്ട് ഹോൾസിലേക്കാട്ടോ. വീഡിയോയുടെ ലെങ്ത് കൂടിയുണ്ട്. നമ്മൾ പോർട്ട് ഹോൾസിൽ പോകുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.